Okay, so welcome to Thailand. ഈ ഒരു വ്ളോഗിൽ തായ്ലൻഡിലെ ഫസ്റ്റ് ഡേ ആണ് കാണിക്കുന്നത്. എയർപോർട്ടിൽ ലാൻഡ് ചെയ്തിട്ട് ഗൈഡുമായിട്ട് നമ്മൾ ബാങ്കോക്കിലെ ഒരു ഹോട്ടലിൽ ഫ്രഷ് ആവാൻ വന്നു. ഹോട്ടലിലൊരു റൂം ടൂറാണ് ഇപ്പോൾ കാണുന്നത്. റൂമൊക്കെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെ അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ബാത്റൂമിൽ ഷവർ പൈപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടുത്തെ ഒരു ബാത്റൂമിലും ബക്കറ്റും കപ്പൊന്നും കാണാൻ കഴിയില്ല. റൂമിൽ ടിവിയും കാര്യങ്ങളൊക്കെ ഉണ്ടായി. പിന്നെ പെട്ടെന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റിന് കുറേ ഐറ്റംസ് ഉണ്ടായി. ബട്ട് ഒന്നിൻ്റെയും ടേസ്റ്റ് നമുക്ക് അങ്ങോട്ട് ഇഷ്ടമാവില്ല. നമ്മുടെ നാട്ടിലെ പോലെയുള്ള ടേസ്റ്റും കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല. എന്നാലും അഡ്ജസ്റ്റ് ചെയ്യാം. ഓരോ പ്ലേസിലും ഭക്ഷണ രീതിക്ക് അവരുടേതായ വ്യത്യാസങ്ങളും കാര്യങ്ങളും ഉണ്ടാവുമല്ലോ. So when there is a short holiday for Thai people, ഇതുപോലെ തന്നെ ഗൈഡ് നമുക്ക് എല്ലാം ഇംഗ്ലീഷിൽ നല്ല രീതിയിൽ തന്നെ മനസ്സിലാക്കി തരും. ബാങ്കോക്കിലെ ഹോട്ടലിൽ നിന്ന് ഫ്രഷായി ഫുഡൊക്കെ കഴിച്ച് നമ്മൾ പട്ടായയിലേക്ക് പോവാണ്. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എത്താറായി. ടൈഗർ ടോപ്പിയ ഇതായിരുന്നു ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ. തായ്ലൻഡിലെ ഓരോ പ്ലേസ് വിസിറ്റ് ചെയ്യുമ്പോഴും അവിടുത്തെ ഹൈജീൻ എത്രമാത്രം ഉണ്ടെന്ന് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. കാരണം ഒരു സ്ഥലത്ത് പോലും വേസ്റ്റോ കാര്യങ്ങളോ ഒന്നും കാണാൻ പറ്റില്ല. ഇവരൊക്കെയാണ് ഞങ്ങളുടെ കൂടെയുള്ള ഗ്രൂപ്പ് മെമ്പേഴ്സ്. അങ്ങനെ എല്ലാവരെയും പരിചയമായി. അടിപൊളി ആളുകളാണ് എല്ലാവരും. ഈ കാണുന്ന ഈ ഒരു വണ്ടിയിൽ ചെറിയൊരു റൈഡ് നമുക്ക് തരും. അതിൽ കയറിയിട്ട് വേണം നമ്മൾ ടൈഗറിൻ്റെ ഒക്കെ എടുത്ത് ചെല്ലാൻ. ഈ ടൈഗർ ടോപ്പിയ എന്ന് പറയുന്നത് വലിയൊരു പാർക്കാണ്. അടുത്തത് വരുന്നത് ഈ ഒരു സെക്ഷനാണ്. ഇവിടെ നമുക്ക് ടൈഗറുമായിട്ട് ഫോട്ടോ ഒക്കെ എടുക്കാം. ഇതാണ് തായ്ലൻഡിലെ പപ്പായ ട്രീ. ഇതിൻ്റെ താഴെ ആരാ കിടന്നുറങ്ങുന്നതെന്ന് മനസ്സിലായോ? കുറേ ക്രോക്കഡൈൽസാണ്. ഇതാണ് അവിടുത്തെ കുട്ടി ടൈഗർ. നല്ല ക്യൂട്ടായിട്ടുണ്ടല്ലേ കാണാൻ. സൈഡിലായിട്ട് അതിൻ്റെ ടോയ്സും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സെക്ഷൻ വെറൈറ്റി ടൈപ്പിലുള്ള ആടുകളാണ്. അവിടെ ചെന്നപ്പോൾ പേടിയാണെങ്കിൽ കൂടി ഞങ്ങളും എടുത്തു ടൈഗറിൻ്റെ കൂടെ ഫോട്ടോസും വീഡിയോസും ഒക്കെ. ഫോട്ടോ എടുക്കലെല്ലാം കഴിഞ്ഞപ്പോൾ ലഞ്ച് ടൈമായി. അതിൻ്റെ ഉള്ളിൽ തന്നെ ലഞ്ച് കഴിക്കാനും കയറി. ഹൈസൂട്ടിക്ക് അതിൻ്റെ ഇടയ്ക്ക് ലേസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ ഗ്രൂപ്പിലുണ്ടായിരുന്ന ഉമ്മരയ്ക്കാണ് കേട്ടോ ഹൈസൂക്ക് ലേസൊക്കെ മേടിച്ചു കൊടുത്തത്. ലഞ്ച് കഴിക്കാൻ അതിൻ്റെ ഉള്ളിൽ കയറിയ ടൈമിൽ ചെറിയൊരു വാം വെൽക്കമിങ് ഉണ്ടായി. ലഞ്ചിന് ധാരാളം ഐറ്റംസ് ഉണ്ടായി. പക്ഷേ നമ്മുടെ നാട്ടിലെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി ഇവിടുത്തെ ഫുഡ് നമുക്ക് അങ്ങനെ വലിയ ഇഷ്ടമാവില്ല. ഇവിടുത്തെ മസാലയും റൈസൊക്കെ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് നമ്മുടെ വെച്ച് നോക്കുമ്പോൾ. പിന്നെ ദോശ ഉണ്ടായിരുന്നു കേട്ടോ, അത് അടിപൊളിയാണ്. ഫുഡൊക്കെ കഴിച്ച് ടൈഗർ ടോപ്പിയിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ ഐറ ഗ്രാൻഡ് ഹോട്ടൽ, പട്ടായയിലൊരു ഹോട്ടലാണ്. അവിടെ ചെക്ക് ഇൻ ചെയ്തു. ഹോട്ടലിനെ പറ്റി പറയാനാണെങ്കിൽ നീറ്റും ക്ലീനൊക്കെയാണ്. പിന്നെ ക്രിസ്മസ് ടൈം ആയതുകൊണ്ട് തന്നെ ഇതുപോലെ കുറേ ഡെക്കറേഷൻസൊക്കെ കാണാൻ പറ്റി. ഞങ്ങളുടെ ഗ്രൂപ്പ് മെമ്പേഴ്സൊക്കെ ആലുവ, മലപ്പുറം, അങ്കമാലി, വയനാട് ഇവിടെ നിന്നൊക്കെ ഉള്ളവരായിരുന്നു. അങ്ങനെ റൂമിലെത്തി. ഇവിടുത്തെ ഒരു റൂം ടൂർ കണ്ടാലോ?
അങ്ങനെ റൂമിൽ ചെന്ന് 10 മിനിറ്റ്സ് റെസ്റ്റൊക്കെ എടുത്ത് ഞങ്ങൾ വീണ്ടും ഇറങ്ങി അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഏരിയ പഞ്ചാബി ഫുഡ് കിട്ടുന്ന സ്ട്രീറ്റാണ്. ഇവിടുത്തെ ആളുകൾ നൈറ്റ് ലൈഫൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. ആ ഒരു ടൈമിലാണ് കൂടുതൽ ഷോപ്പുകളൊക്കെ ഓപ്പൺ ആവുന്നതും കൂടുതൽ ആളുകളെ കാണുന്നതും. നൈറ്റ് ലൈഫാണ് ഇവരുടെയൊക്കെ മെയിൻ. Here, this one is the main road. Still, we are on the second road. You see, there is some market around here. Pattaya is more happening at night. There is some light. At daytime, nothing here. Plum shop still not open. They will open in the evening. Fruit market on that side. Fruit market. They will open in the evening around 3-4 o'clock. They will start because at night time they will open up to 2 a.m. in the morning. Okay, so they open in the evening. അങ്ങനെ ഇടയ്ക്ക് വെച്ച് ഹൈസ ഉറങ്ങിപ്പോയി. അങ്ങനെ അടുത്ത ഡെസ്റ്റിനേഷൻ എത്താറായി. ഇതാണ് സെക്കൻഡ് ഡെസ്റ്റിനേഷൻ, അൽക്കസർ ഷോ. അവിടെ ചെന്നപ്പോൾ ടിക്കറ്റൊക്കെ കിട്ടി. ആ ഒരു പ്രോഗ്രാമിനും അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. അവിടുത്തെ ഏതൊരു ഡെസ്റ്റിനേഷനിൽ ചെല്ലുമ്പോഴും നല്ല തിരക്കാണ്. അങ്ങനെ 1 മണിക്കൂറോളം ഉണ്ടായിരുന്നു ആ ഒരു ഷോ. അതും കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് അവിടുത്തെ ഒരു ബീച്ചാണ് കേട്ടോ. നൈറ്റ് ഡിന്നർ കഴിക്കാൻ പോയിരുന്നത് ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലാണ്. ഞാൻ കഴിച്ചിരുന്നത് നാനാണ്. അത് കഴിഞ്ഞപ്പോൾ ഐസ്ക്രീമും കഴിച്ചു. പിന്നെ ഞങ്ങൾ റൂമിൽ ചെന്നു. ഹൈസും അവിടെ എല്ലാവരുമായിട്ടും നല്ല കമ്പനിയായി. ഇതൊരു അടിപൊളി സ്നാക്സാണ്. ഒറിജിനൽ സ്ട്രോബെറി ഉണക്കിയതാണ്. ക്രിസ്പി ആയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കുറച്ച് പേര് വാക്കിംഗ് സ്ട്രീറ്റിൽ കൂടെ ഒന്ന് നടക്കാനിറങ്ങി. അവിടുത്തെ കാലാവസ്ഥയെപ്പറ്റി പറയുകയാണെങ്കിൽ ഡിസംബർ മാസമാണ് ഞങ്ങൾ പോയത്. അധികം തണുപ്പും ഉണ്ടായിരുന്നില്ല, അധികം ചൂടും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു കാലാവസ്ഥയായിരുന്നു. ഈ വെച്ചിരിക്കുന്നത് ക്രോക്കഡൈൽ ഗ്രില്ല് ചെയ്തിരിക്കുന്നതാണ്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്, ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഒരാൾ ക്യാമറാമാനാണ്. അടിപൊളിയായിട്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കും. ഫോട്ടോസൊക്കെ പിന്നീട് നമുക്കൊരു മെമ്മറി ആയിട്ട് സൂക്ഷിക്കാവുന്നതാണല്ലോ. അപ്പോൾ ചേട്ടൻ ഞങ്ങൾക്ക് കുറേ ഫോട്ടോസൊക്കെ എടുത്തു തന്നു. എല്ലാം നല്ല അടിപൊളി ഫോട്ടോസാണ്. ചേട്ടനെടുത്ത ഫോട്ടോസൊക്കെ ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് ആഡ് ചെയ്യാം. അങ്ങനെ നടപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് റൂമിലെത്തിയപ്പോൾ നൈറ്റ് 12 മണിയായി. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഫസ്റ്റ് ഡേയിലെ വിശേഷങ്ങൾ. ഇനിയും ഓരോ ഡേയിലെ വിശേഷങ്ങൾ ഓരോരോ വീഡിയോസായിട്ട് ഇടാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ. Thank you.